നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് എന്ന മഹാമാരിയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ലോകം. ഇതുവരെ നഷ്ടമായത് 95,000-ലേറെ ജീവനുകളാണ്. വികസിത രാജ്യങ്ങൾ പോലും ഈ അദൃശ്യ ശത്രുവിന് മുമ്പിൽ നിസ്സഹായനായി നിൽക്കുകയാണ്. വൈറസിനെ ചെറുക്കാനുള്ള മരുന്നിനും വാക്സിനുമായി ശാസ്ത്രലോകം അഹോരാത്രം അധ്വാനിക്കുകയാണ്. എന്നാൽ ഇതിനിടെ കേംബ്രിഡ്ജ് സർവകലാശാല പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ലോകത്ത് നിലവിൽ പടരുന്നത് പുതിയ 3 ഇനം കൊറോണ വൈറസുകളാണെന്നാണ് പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ യുഎസിനെ ഇപ്പോൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട അതേ വൈറസാണ്. എന്നാൽ ഈ വൈറസ് ചൈനയെ കാര്യമായി ഉപദ്രവിച്ചിട്ടുമില്ല. ഡിസംബർ മുതൽ മാർച്ച് വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്ന വൈറസുകളുടെ ജനിതക ചരിത്രം പിന്തുടർന്ന ഗവേഷകരാണ് ഡിസംബർ മുതൽ മാർച്ച് വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്ന വൈറസുകളുടെ ജനിതക ചരിത്രം പിന്തുടർന്ന ഗവേഷകരാണ് 3 ഇനത്തിൽപ്പെട്ടവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ടൈപ്പ് എ, ബി, സി എന്നിങ്ങനെ പേരും നൽകിയിട്ടുണ്ട്. വ്യത്യസ്ത ജനിതക സ്വഭാവം കാണിക്കുന്നെങ്കിലും 3 ഇനങ്ങളും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ടെന്നും കേംബ്രിഡ്ജ് സർവകലാശാല ഗവേഷകർ വ്യക്തമാക്കുന്നു. ടൈപ്പ് എ ഇനം വൈറസാണ് ചൈനയിൽ ഉത്ഭവിച്ചതെന്നാണ് കരുതുന്നത്. ഇത് വവ്വാലിൽ നിന്നും ഈനാം പേച്ചിലെത്തുകയും അവിടെ നിന്ന് ഹാനൻ സീ ഫുഡ് മാർക്കറ്റിലൂടെ മനുഷ്യരിലെത്തുകയും ചെയ്തെന്നാണ് നിഗമനം. ടൈപ്പ് എ ആണ് ഒറിജിനൽ ചൈനീസ് വൈറസായി കരുതുന്നത്. യുഎസിലും ഓസ്ട്രേലിയയിലും പ്രധാനമായും പടർന്നത് ഈ വൈറസായിരുന്നു. 4 ലക്ഷത്തിലേറെ പേരിലേക്ക് ഇത് പടർന്നു. യുഎസിൽ 3/2 കോവിഡ് ബാധിതരിലും ടൈപ്പ് എ വൈറസിനെയാണ് കണ്ടെത്തിയത്. അതിൽ തന്നെ ഭൂരിപക്ഷം വെസ്റ്റ് കോസ്റ്റ് മേഖലയിലായിരുന്നു. ചൈനയെ പ്രധാനമായും ആക്രമിച്ചത് ടൈപ്പ് ബി ഇനത്തിൽപ്പെട്ട വൈറസായിരുന്നു. ക്രിസ്മസ് മുതൽ ചൈനയിൽ പടർന്നതായിരുന്നു ഈ ഇനം. UK-യിലും ഏറ്റവും അധികം പേരിലേക്കും പടർന്നതും ടൈപ്പ് ബി വൈറസായിരുന്നു. സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിലും കണ്ടെത്തിയതിലേറെയും ടൈപ്പ് ബി ആയിരുന്നു. ഇതിനിടെ ടൈപ്പ് സി എന്ന 3ാമത്തെ ഇനം വൈറസ് രൂപപ്പെട്ടു. ഇത് ടൈപ്പ് ബിയിൽ നിന്നായിരുന്നു ഉത്ഭവിച്ചത്. ഇതാണ് യൂറോപ്പിൽ പ്രധാനമായും പടർന്നത്. സിംഗപ്പൂർ വഴിയാണ് ടൈപ്പ് സി വൈറസ് യൂറോപ്പിലേക്ക് കടന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ യൂറോപ്പിലും ടൈപ്പ് ബി പടരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് SARS-CoV-2 എന്ന് പേരിട്ട പുതിയ കൊറോണ വൈറസിന് തുടർച്ചയായി ജനിതകമാറ്റം സംഭവിക്കുന്നതായാണ് ഗവേഷകർ പറയുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇത് സംഭവിക്കുന്നതെന്ന വെല്ലുവിളിയുമുണ്ട്. RNA വൈറസ് ആയതിനാൽ തന്നെ മരുന്ന് കണ്ടുപിടിച്ചാലും തുടരെ ജനിതകമാറ്റം വരുത്തി അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവും വൈറസിനുണ്ടാകുന്നുണ്ട്. പഠനത്തിലെ പ്രാഥമിക വിവരം മാത്രമാണ് ഗവേഷകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 160 രോഗികളുടെ സാമ്പിളുകളാണ് ഇതിനുവേണ്ടി പരിശോധന വിധേയമാക്കിയത്. യൂറോപ്പിലെയും US-ലെയും ആദ്യത്തെ കേസുകളുടേത് ഉൾപ്പെടെയായിരുന്നു ഇത്. അതേസമയം ന്യൂയോർക്കിലെ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനും ആഴ്ചകൾക്ക് മുമ്പേ തന്നെ വൈറസ് നഗരത്തിലെത്തിയിരുന്നെന്നാണ് ഗവേഷകർ പറയുന്നത്. ആയിരക്കണക്കിന് രോഗികളുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് യൂറോപ്പിൽ നിന്നെത്തിയവരാണ് കോവിഡ് ന്യൂയോർക്കിൽ പടർത്തിയതെന്നും വ്യക്തമായി. എന്നാൽ വാഷിംഗ്ടണിൽ ആദ്യം എത്തിയത് ചൈനയിൽ നിന്നുള്ള വൈറസായിരുന്നു. അതേസമയം ചൈനയിൽ വെച്ച് തന്നെ ജനിതക തിരുത്തൽ സംഭവിച്ചാണ് ടൈപ്പ് എയിൽ നിന്നും ടൈപ്പ് ബി വൈറസ് ഉണ്ടായത്. എന്നാൽ രാജ്യത്തിന് പുറത്ത് വെച്ചാണ് ടൈപ്പ് ബിയിൽ നിന്നും ടൈപ്പ് സി വൈറസ് ഉണ്ടായിരിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു. അങ്ങനെയെങ്കിൽ ചൈനയിൽ ആദ്യം രൂപപ്പെട്ട ടൈപ്പ് എ വൈറസിനേക്കാളും ടൈപ്പ് ബി കൂടുതൽ പടർന്നത് എങ്ങനെയെന്ന ചോദ്യം ബാക്കിയാവുന്നു. ഗവേഷകരുടെ കയ്യിലും ഇതിന് ഉത്തരമില്ല എന്നത് ദുരൂഹതയേറ്റുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം അനിവാര്യമാകുന്നതും ഈ സാഹചര്യത്തിലാണ്. അതേസമയം 2 തവണ ടൈപ്പ് എയിൽ ജനിതക തിരുത്തൽ നടന്നാണ് ബി രൂപപ്പെട്ടത്. ഇതുവരെയുള്ള ഗവേഷണ പ്രകാരം ടൈപ്പ് സി വൈറസിൽ ജനിതക തിരുത്തൽ നടന്നിട്ടില്ല. എന്നാൽ ഗവേഷകർ പരിശോധിച്ച സാമ്പിളുകൾ കുറവായതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ടതുണ്ടെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ പീറ്റർ ഫോർട്സ്ട്രം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.